ഹായ്, ഞാൻ ഇന്ന് ചിക്കൻ 65 ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 ചെസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിതിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കാം. അപ്പോൾ നാരങ്ങ നീര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ നാരങ്ങ ആണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. അപ്പോൾ അതിൽ കുരുവൊക്കെ വീണെടുക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. അതൊന്നും അതിൽ പെടാൻ പാടില്ല. കാരണം നാരങ്ങയുടെ കുരു വീണിട്ടുണ്ടെങ്കിൽ കഴിക്കും വറുത്ത് കഴിയുമ്പോൾ. പിന്നെ അതിൽ ഒരു വലിയ സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കുക. പിന്നെ ഞാനിതിൽ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, അത് അത്ര ഹെൽത്തി അല്ലല്ലോ. പിന്നെ ഇതിൽ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇതൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 1.5 ടീസ്പൂൺ ഇട്ടു, കാശ്മീരി ചില്ലി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, കോൺഫ്ലോറാണ്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ ഇടാം. ഇനി മൈദയും കോൺഫ്ലോറും കൂടിയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലോർ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനും ചെറിയ പിള്ളേർക്കും എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾക്ക് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അങ്ങനെ അത് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വെക്കാം. 1/2 മണിക്കൂർ വെച്ചാൽ മതി. കാരണം നമ്മൾ സോയാ സോസ് ചേർത്തിട്ടുള്ള കാരണം എല്ലാം പെട്ടെന്ന് തന്നെ അതിൽ പാകമായി വന്നോളും. ഇനി ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വേപ്പില കൂടി ഇടുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും എല്ലാ സാധനങ്ങളും ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് അതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ മേലേക്ക് വെളിച്ചെണ്ണയൊന്നും തെറിക്കാതെ മെല്ലെ വേണം ഇട്ട് കൊടുക്കാൻ. കുട്ടികളും കുക്കിംഗ് പരിചയമില്ലാത്തവരും ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം വെളിച്ചെണ്ണയിൽ എന്ത് സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴും ശ്രദ്ധിച്ച് മെല്ലെ ഇട്ട് കൊടുക്കുക. മുഖത്തേക്കൊന്നും കൈമിലേക്കൊന്നും തെറിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാം ആ പാൻ നിറയുന്നത് വരയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, നല്ല ഡീപ്പ് ഫ്രൈയിൽ കിട്ടേണ്ടതല്ലേ. അങ്ങനെ അതൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടതിന് ശേഷം നമുക്ക് അത് മറിച്ചിടാം. എല്ലാം പീസും നമ്മൾ കറക്റ്റായിട്ട് മറിച്ചിടണം, എന്നാൽ മാത്രമേ വേവ് കറക്റ്റാവുള്ളൂ. അങ്ങനെ എല്ലാ പീസും മറിച്ചിടുകയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ നിൽക്കരുത്. കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു സംഭവമാണ്. സോയാ സോസൊക്കെ ഒഴിച്ചിട്ടുള്ള കാരണം തന്നെ ഇതിൻ്റെ വേവൊക്കെ പെട്ടെന്നായി കിട്ടും നമുക്ക്. സാധാരണ ചിക്കൻ വറുക്കുന്ന പോലെ ഒരുപാട് വേവാൻ കുറച്ച് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാം ഒരേപോലെ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാം മറിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ അത് ഒരു 2 മിനിറ്റ് ഒന്ന് സിമ്മിൽ വയ്ക്കാം. സിമ്മിൽ വയ്ക്കാൻ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ല വെച്ചെങ്കിൽ അത് പെട്ടെന്ന് ഹാർഡായി പോകും. അപ്പോൾ ആ സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലല്ലാതെ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കുക. ആ സമയത്ത് നമുക്കിതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബാച്ചിലേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അടുത്ത ബാച്ച് ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഞാനൊരു പച്ചമുളക് കൂടി, അങ്ങനെ ഓരോ ബാച്ചിലും പച്ചമുളക് ഇട്ടിട്ട് ആ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ള ചേരുവകൾ തന്നെ ചേർത്ത് ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇതിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കുറച്ച് സ്പൈസിയും ഒക്കെ ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പെരുംജീരകം ചേർക്കാം. പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇതിൻ്റെ ഒപ്പം പൊടിക്കാതെ ഒന്ന് ചതച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഇട്ട് കൊടുത്താൽ അത് ഇഷ്ടമുള്ളവർക്ക് അത് നല്ലതായിരിക്കും. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വറുത്ത് കോരാൻ നേരമാകുമ്പോൾ നമ്മളതിൽ കുറച്ച് വേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കും. അപ്പം വേപ്പില ഇടുന്നതും നല്ല ഫ്ലേവറാണ്. അപ്പോൾ പച്ചമുളകിൻ്റെയും വേപ്പില പച്ചമുളക് ഫ്രൈ ആയതും
വേപ്പില ഫ്രൈ ആയതും എല്ലാം കൂടിയാകുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് അതിന് കിട്ടുക. പിന്നെ സോയ സോസ് ഒഴിച്ച കാരണമാണ് ഇത് കുറച്ച് ഒരു ബ്രൗണിഷ് കളർ വന്നിട്ടുള്ളത്. ഞാൻ വേറെ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. ഫുഡ് കളർ ചേർത്താൽ ഇത് നല്ല റെഡിഷ് കളറായിട്ടിരിക്കും, കാണാൻ കുറച്ചും കൂടി ഗ്ലാമറൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ബ്രൗൺ കളറാണ്. ഇതിന് യെല്ലോവും ബ്രൗണും കൂടിയിട്ടുള്ളൊരു കളറിലേക്കാണ് ഇത് കിട്ടുന്നത്. പിന്നെ ഉപ്പൊക്കെ ഇടുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടിപ്പോവരുത്. അങ്ങനെ ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഈ സമയത്താണ് ഞാനിതിൽ വേപ്പിലിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേവ് കറക്റ്റ് ആവില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് വെന്ത് കോരുന്നത് വരയ്ക്ക് കൂടെ തന്നെ ഉണ്ടാവണം. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗം കിടന്ന് കൂടുതലായിട്ട് വേവും. അപ്പോൾ മറിച്ചിട്ടാൽ ആ വേവിന് ഒരു സുഖം ഉണ്ടാവില്ല, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് കഴിക്കാൻ. അപ്പോൾ എല്ലാ ഫ്ലേവറും ഇതിൻ്റെ ആ ഒരു വേവും എല്ലാം കറക്റ്റായി വരണമെങ്കിൽ നമ്മളതിൻ്റെ കൂടെ തന്നെ നിന്ന് അതിനെ ഇങ്ങനെ മറിച്ചിട്ട് പാകത്തിന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് വേവിച്ച് കറക്റ്റ് പാകത്തിൽ കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇത് ഞാൻ കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതെല്ലാം വേണം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ടോ? ഓരോ പീസും ഉൾവശം പുറമെ കുറച്ച് ക്രിസ്പിയാണ്, വളരെ ടേസ്റ്റിയാണത്. ഇത് ഇതേപോലെ തന്നെ ഈ ചേരുവകളൊക്കെ തന്നെ ചേർത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.